നമസ്കാരം, കൽഹാനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ റെസിപ്പിയായ ഒരു മുട്ടവിയലാണ്. വീട്ടിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വിരുന്നുകാരി വരുമ്പോഴും നോൺ വെജ് കറികളൊന്നും ഇല്ലാത്തപ്പോഴും അമ്മ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ അവിയൽ. അതിനായിട്ട് ഒരു 2 പൊട്ടറ്റോ ഞാൻ എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് നീളത്തിലാണ് അരിഞ്ഞേക്കുന്നത്. പൊട്ടറ്റോയുടെ സ്കിൻ കളയില്ല കേട്ടോ. സ്കിൻ കളയാതിരിക്കുമ്പോൾ അതിനകത്ത് ഫൈബർ കൂടുതലാണ് സ്കിന്നിൽ, അതുപോലെ തന്നെ ഗ്യാസും ഉണ്ടാകില്ല. അതുപോലെ 2 മുരിങ്ങക്കായ ചെറുതായിട്ട് അരിഞ്ഞ് പിളർന്നെടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ ഒരു സവോളയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. എന്നിട്ട് ഒരു ടീസ്പൂൺ ഉപ്പ്, കഷ്ണങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, കഷ്ണം വേകാനുള്ള വെള്ളം എല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് നമ്മളിപ്പോൾ അതൊന്ന് വേകാൻ വേണ്ടിയിട്ട് വെക്കുവാണേ. പുഴുങ്ങിയ ഉരുളക്കിഴങ്ങും പുഴുങ്ങിയ മുട്ടയും കൊണ്ട് മാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ അവിയൽ ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ മുരിങ്ങക്കായും കൂടെ ചേർക്കുമ്പോൾ കുറച്ചുകൂടെ പോഷക സമൃദ്ധമാവുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോ മുരിങ്ങക്കായും കൂടെ എടുത്തേക്കുന്നത്. കഷ്ണങ്ങളെല്ലാം ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഒരു പിടി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമ്മളതൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും മൂടി വെച്ച് വേകാൻ വേണ്ടിയിട്ട് വെക്കുവാണ്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഒരു അരമുറി നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 മുറി ആണേലും മതി. ഞാനിപ്പോ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അതിലേക്ക് ഒരു 4-5 കാന്താരി മുളക് ചേർത്തു. പച്ചമുളക് ആയാലും മതി. 2 ചുമന്നുള്ളി, 1 ടേബിൾ സ്പൂൺ കൊത്തമല്ലിയാണ് എടുത്തേക്കുന്നത്. അതായത് മുഴുവൻ പച്ചമല്ലി ഇല്ലേ, പച്ചമല്ലി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു കളറിന് വേണ്ടിയിട്ട്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ അരച്ചെടുക്കുന്നത്. നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ കഷ്ണങ്ങൾ വെന്തോന്ന് ഒന്ന് നോക്കാം. കഷ്ണങ്ങൾ കണ്ടിട്ട് വെന്ത പോലുണ്ട്. നമുക്കൊരു കഷ്ണം എടുത്ത് ഒന്ന് ഞെക്കി നോക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങ് ഞെക്കി നോക്കിയപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 7 പുഴുങ്ങിയ മുട്ടയാണ് എടുത്തേക്കുന്നത്. അതെല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മുട്ടയും കൂടെ ഈ പച്ചക്കറിയുടെ കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ടയും കൂടെ നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്നുകൂടെ ഒന്ന് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് ആവി കയറാനായിട്ട് വയ്ക്കണം. അപ്പം ഇതിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കണം കേട്ടോ. എന്നിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുവാണ്. ഞാൻ പല വീഡിയോയിലും ജീരകവും വെളുത്തുള്ളി അരച്ചത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ കൊത്തമല്ലി അരച്ചുണ്ടാക്കുമ്പോഴാണ് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവരും. അപ്പൊ അത് അരപ്പ് ചേർത്ത് കൊടുത്തു. കൂട്ടത്തില് മിക്സിയുടെ ജാറ് കഴുകിയ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങനെ തന്നെ ഇത് മൂടി വെച്ച് ഒരു 2-3 മിനിറ്റും കൂടെ ഒന്ന് ആവി കയറ്റുവാണ്. കാരണം ഈ അരപ്പൊക്കെ ഒന്ന് വെന്ത് വരണം. ഇപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ആവി കയറി വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് ഒരു പിടി കറിവേപ്പില കൈ കൊണ്ടൊന്ന് ഞെരടിയതും, അതുപോലെ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് തൂകി കൊടുക്കണം. സാധാ പച്ചക്കറി അവിയലിനെ പോലെ തന്നെ ഇതിനും കടുക് വറക്കാറില്ല. എന്നിട്ട് നമ്മളൊരു സ്പൂണിൻ്റെ അടിഭാഗം കൊണ്ട്, സ്പൂണിൻ്റെ ഹാൻഡിൽ കൊണ്ടാണ് നമ്മളിതിനി ഇളക്കി കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ഈ മുട്ടയെല്ലാം പൊടിഞ്ഞു പോകും. മുട്ടയും ഉരുളക്കിഴങ്ങും പൊടിഞ്ഞു പോകും. അപ്പം വളരെ സാവധാനത്തിൽ വേണം ഇതൊന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. മുട്ട ഉടഞ്ഞു പോയി എന്ന് വെച്ച് ടേസ്റ്റ് ഒന്നും കുറയാൻ പോകുന്നില്ല. പക്ഷെ നമ്മുടെ അവിയലിന് ഒരു ലുക്ക് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇത് മെല്ലെ ഇളക്കി കൊടുക്കണം എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ ഞാനൊന്ന് ഇളക്കി യോജിപ്പിക്കട്ടെ, എന്നിട്ടത് കാണിക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ അവിയൽ ഉണ്ടാക്കുമ്പോൾ ഇതിനകത്ത് കൊത്തമല്ലിയും സവോളയും ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ചീത്തയായി പോകും. ഒരു ദിവസത്തിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വളിച്ചു പോകും. അപ്പൊ അന്നേക്ക് ഉള്ള മാത്രം ഉണ്ടാക്കിയെടുക്കുക. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു അവിയലാണ്. നമ്മുടെ കുട്ടികളൊക്കെ ചിലപ്പോൾ മുട്ട കഴിക്കാൻ മടി കാണിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇങ്ങനെ അവിയലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കും. അതുപോലെ ടേസ്റ്റിയാണിത്. എൻ്റെ വീട്ടിൽ എൻ്റെ മക്കളെ മുട്ട കഴിപ്പിക്കാൻ ഞാൻ പ്രയോഗിക്കുന്ന ഒരു തന്ത്രം കൂടിയാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ നോൺ വെജ് ഒന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഒരു നോൺ വെജ് അവിയലും ആകും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്